നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കിയെടുത്താലോ? ഈ തോരൻ കഴിക്കാനുള്ള ടേസ്റ്റ് മാത്രമല്ല ഉണ്ടാക്കാനും എളുപ്പമാണ്. അതിനേക്കാളേറെ ഇതിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ എടുത്തു പറയേണ്ടത്. നമ്മൾ ഇനി തോരൻ ഉണ്ടാക്കിയേക്കുന്നതാ ഈ മുരിങ്ങയ്ക്ക വെച്ചിട്ടാണേ. മുരിങ്ങയ്ക്കായുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഹെൽത്തി തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ മുരിങ്ങയ്ക്കയുടെ അകത്തെ ഫ്ലഷ് എല്ലാം എടുക്കണേ. ഈ പുറഭാഗം നമുക്ക് വേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈസി ആയിട്ട് ഫ്ലഷ് കിട്ടാനായിട്ട് ഈ മുരിങ്ങയ്ക്ക നമ്മൾ ഒന്നോ രണ്ടോ വട്ടം അരകല്ലിൽ വെച്ചൊന്ന് അടിച്ചാൽ മതിയേ. അപ്പോൾ ഈസി ആയിട്ട് ഇത് ഈ കാണുന്ന പോലെ പൊളന്നിങ്ങ് പോരും. അപ്പോൾ നമുക്കതിൻ്റെ അകത്തെ ഫ്ലഷ് സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കുമേ. ഇങ്ങനെ പൊളന്ന മുരിങ്ങക്കായുടെ അകത്തെ ഫ്ലഷ് നമുക്കിനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. നമ്മളിപ്പം 4 മുഴുത്ത മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തെ കുരു ആദ്യം പ്ലേറ്റിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പൂൺ വെച്ച് അകത്തുള്ള ഫ്ലഷ് ആ കാമ്പെല്ലാം നല്ല മൊത്തത്തിൽ തന്നെ അങ്ങ് വടിച്ചെടുക്കാവേ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ എങ്ങനെയാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്? സിമ്പിളായിട്ട് നമ്മൾ അരകല്ലിൽ വെച്ച് തല്ലിയത് കൊണ്ട് വേഗം തന്നെ അത് സ്കൂപ്പ് ചെയ്ത് പോരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 4 എണ്ണത്തിൻ്റെ എടുക്കാം. ഈ 4 എണ്ണം മുഴുത്തതായതുകൊണ്ട് തന്നെ അത്രയും സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള തോരന് വേണ്ടിയിട്ടുള്ളതാകും കേട്ടോ. എല്ലാം നമുക്കതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കണേ. ഒട്ടും തന്നെ ഇതിനകത്ത് വേസ്റ്റായി പോവാനായിട്ടില്ല. ഇപ്പോൾ മുരിങ്ങയ്ക്കായുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് മിക്ക വീടുകളിലും ഇത് കാണുമല്ലേ. ഇനി ഇല്ലാത്തതാണെങ്കിൽ ഇപ്പോൾ കടയിലും നല്ല സുലഭമായിട്ട് എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അവൈലബിലിറ്റിയൊക്കെ നല്ലതായിട്ട് ഈ സീസണിലുണ്ട്. അപ്പം നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്തത് നീളക്കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാവേ. ഇപ്പം തന്നെ കണ്ടോ ഒരുപാടായിട്ട് ഉണ്ട് 4 എണ്ണം എടുത്തപ്പോൾ തന്നെ. ഇനി ആ വലിയ വലിയ പീസസൊക്കെ നമുക്ക് കറിക്കുള്ള പാകത്തിനുള്ള സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാവേ. അങ്ങനെ നമ്മളത് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ടേ. കണ്ടോ ഇത്രയും വരുന്നുണ്ട്. ഇതൊരു തോരന് ധാരാളം കേട്ടോ. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പിന്നെ എരിവിന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ആഡ് ചെയ്യാം, പക്ഷേ ഇവിടെ നമ്മൾ ജീരകം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. കോക്കനട്ട് ഓയിലാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചുവന്നുള്ളിയോട് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാവേ. അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും എല്ലാം ഒരു പച്ചമണം ഒന്ന് ജസ്റ്റ് മാറി വരുന്നിടം വരെ നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മതിയേ. അതിനുശേഷം നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് സൈഡിലേക്ക് കുറച്ച് നീക്കി കൊടുക്കാവേ. സൈഡിലേക്ക് നീക്കി കൊടുത്ത് അങ്ങോട്ട് നമുക്ക് മുമ്പേ അരിഞ്ഞ് വെച്ച് നമ്മുടെ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ മുരിങ്ങയ്ക്ക എല്ലാം അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ പാകത്തിനാട്ടോ ഇടേണ്ടത്. അപ്പോൾ ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാവേ. ഉപ്പും ആ അരപ്പും എല്ലാം ആ മുരിങ്ങക്കായുടെ എല്ലാ പീസസിലേക്കും ചെല്ലുന്ന പോലെ നല്ല രീതിക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലപോലെ എല്ലായിടത്തും ആകുന്ന പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി അത് തട്ടിപ്പൊത്തി വേകാനായിട്ട് വെക്കാവേ. നമ്മളിതിലേക്ക് തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ആ ആവിയിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് വരുവാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ചിനി വേവിക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ചുവട്ട് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി എല്ലായിടത്തും ആവിയൊക്കെ എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ വെള്ളം ഒട്ടും നമ്മൾ ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെന്തോന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ ഇതായിട്ടില്ല. വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് സമയമോടെ നമുക്ക് മുമ്പത്തെ പോലെ തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ച് വേവിക്കാവേ. ഇപ്പോൾ ഇത് നമ്മുടെ കറി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കത് ഇളക്കി നോക്കാം. ഇപ്പം നന്നായിട്ട് വെള്ളമൊന്നും തോർന്ന് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ തോർന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇതിനിപ്പോൾ ഉപ്പൊക്കെ പാകമാട്ടോ. നിങ്ങൾക്ക് പോരാൻ തോന്നിയാൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളേ. ഇപ്പോൾ ഇളക്കി വരുമ്പോഴത്തേനും നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നൊരു തോരനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.